ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിയൽസ് ആണ്. നിങ്ങൾ എല്ലാവരും പോളിനോമിയൽസ് 9th പഠിച്ചു കാണും അല്ലെ? എന്താണ് പോളിനോമിയൽസ്? അതൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. അതിൻ്റെ അകത്ത് വേരിയബിൾസ് ഉണ്ടാവും. ആ വേരിയബിൾസിന്റെ എല്ലാം പവേഴ്സ് എന്തായിരിക്കും? പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആയിരിക്കും. പോസിറ്റീവ് ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ അതൊരു പോളിനോമിയൽസ് അല്ല. സോ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ എക്സ്പ്രഷൻസിൽ ഏതൊക്കെ പോളിനോമിയൽസ് ആണ്, ഏതൊക്കെ പോളിനോമിയൽസ് അല്ല എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് എടുക്കാം. 5x³ - 4x² + x - √2. ഇത് പോളിനോമിയൽസ് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കണേ. ഏതൊരു എക്സ്പ്രഷൻ തന്നാലും അത് പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? അതിന്റെ വേരിയബിൾസ് എല്ലാം നോക്കുക. ആ വേരിയബിൾസിന്റെ എല്ലാത്തിന്റെയും പവർ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണോ എന്ന് നോക്കാം. എന്താണ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്? 0, 1, 2, 3 ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയണേ. അപ്പൊ അതിന്റെ പവേഴ്സ് എല്ലാം വേരിയബിൾസിന്റെ എല്ലാ പവേഴ്സും പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ പോളിനോമിയൽസ് എന്ന് പറയും. കോൺസ്റ്റന്റ് പവേഴ്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മൾ വേരിയബിൾസിന്റെ പവർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ഫസ്റ്റ് എക്സ്പ്രഷൻ തന്നെ നോക്കാം. 5x³ - 4x² + x - √2. ഇവിടെ വേരിയബിൾ വരുന്നത് x ആണ്. എക്സിന്റെ എല്ലാ പവേഴ്സും നോക്കാം. ഇവിടെ +3, +2, ഈ എക്സിന്റെ മേലെ വന്നത് +1. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു പോളിനോമിയൽ ആണ്. ഇനി അടുത്ത എടുക്കാം. 7u² - 3/2u⁴ + u - 8. അപ്പൊ ഇവിടെ വേരിയബിൾ വന്നത് എന്താണ്? u ആണ്. യുവിന്റെ എല്ലാ പവേഴ്സും നോക്കുക അല്ലെ. 7u², ഇവിടെ +2, ഇവിടെ +4, ഇവിടെ 1 അല്ലേ? അപ്പോ ഇതും പോളിനോമിയൽ ആണ്. ചിലർക്ക് വന്ന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3/2 കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഇത് പോളിനോമിയൽ അല്ലേ എന്ന്. ഇത് ശരിക്കും ഇത് പോളിനോമിയൽ തന്നെയാണ്. ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കോൺസ്റ്റന്റ് ടേം ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. യുവിന്റെ പവർ എന്താണ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ യുവിന്റെ പവർ 4 അല്ലേ? സോ ഇത് പോളിനോമിയൽ ആണ്. ഇനി നെക്സ്റ്റ് √3 × x + 5. ഇത് പോളിനോമിയൽ ആണോ എന്നാണ് നോക്കണ്ടേ. ഇതും പോളിനോമിയൽ ആണ്. ഇവിടെ എക്സിന്റെ പവർ എന്താണ്? 1 ആണ്. ഇനി നെക്സ്റ്റ് 1/x - 1 + 2. ഇത് പോളിനോമിയൽ ആണോ? ഇത് ശരിക്കും പോളിനോമിയൽ അല്ല. ഈ 1/x - 1 നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. x - 1 (1 + 2). ഇവിടെ പവർ എന്താണ് വന്നേക്കണേ? നെഗറ്റീവ് ആണ് അല്ലെ? സോ ഇത് പോളിനോമിയൽ അല്ല. ഇനി √3 + √x + 2. ഇത് പോളിനോമിയൽ ആണോ? ഇതും പോളിനോമിയൽ അല്ല. എന്താ കാരണം? ഇവിടെ എക്സിന്റെ പവർ എത്രയാണ്? x⁻² ആണ്. അത് ഇന്റിജർ ആണോ? അല്ല. സോ ഇതും പോളിനോമിയൽ അല്ല. ഇനി √2 × x + 4. ഇത് പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് പോളിനോമിയൽ ആണ്. കാരണം ഇവിടെ എക്സിന്റെ പവർ എത്രയാ? 1 ആണ് അല്ലേ? √2 കൺസിഡർ ചെയ്യേണ്ട, കാരണം √2 ഒരു കോൺസ്റ്റന്റ് ആണ്. എക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. എക്സിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. സോ ഇത് പോളിനോമിയൽ ആണ്. ഇനി നമുക്ക് ഡിഗ്രി ഓഫ് പോളിനോമിയൽ പഠിക്കാം. ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത് വേരിയബിളിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ആയിരിക്കും. അതായത് നമുക്കൊരു പോളിനോമിയൽ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആ വേരിയബിളിന്റെ ആ പോളിനോമിയൽ ഒക്കർ ചെയ്യുന്ന വേരിയബിളിന്റെ ഏറ്റവും വലിയ പവർ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ p of x
equal to 4x raised to 4 plus 2x cube plus x plus 3. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്? ആദ്യം തന്നെ ചെക്ക് ചെയ്യാം എക്സിന്റെ പവേഴ്സ് ഏതൊക്കെയാ വരുന്നതെന്ന്. 4 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? 4 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് P of x is a polynomial of degree 4. Next, P of x equal to x plus 2. ഇതൊരു പോളിനോമിയൽ അല്ലേ? സോ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ് വരുന്നത്? ഡിഗ്രി ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. സോ ഡിഗ്രി ഈസ് 1. ഇനി P of x equal to x square plus 2x plus 1. ഇതിന്റെ ഡിഗ്രി എന്താണ് തന്നെ? ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എത്രയാ? 2 ആണ്. സോ ഹിയർ ഡിഗ്രി ഈസ് 2. ഇനി ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണ്? ഡിഗ്രി 3 ആണ്. ഇവിടെ ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എത്രയാ വരുന്നത്? 3 ആണ്. സോ ഇതിന്റെ ഡിഗ്രി 3 ആണ്. ഇനി നമ്മള് ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആണെങ്കിൽ ആ പോളിനോമിയലിനെ എന്ത് പറയും? ലീനിയർ പോളിനോമിയൽ. സോ ഈ പോളിനോമിയൽ ലീനിയർ ആണ്. അതായത് ഒരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രി 1 ആണെങ്കിൽ ആ പോളിനോമിയലിനെ നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. ഇപ്പോൾ ഡിഗ്രി 2 ആണെങ്കിൽ ആ പോളിനോമിയൽ നമ്മളെ വിളിക്കും ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇനി ഡിഗ്രി 3 ആണെങ്കിൽ നമ്മൾ ആ പോളിനോമിയലിനെ എന്ത് വിളിക്കും? ക്യൂബിക് പോളിനോമിയൽ. സോ ഒരു പോളിനോമിയല് ഡിഗ്രി 1 ആണെങ്കിൽ നമ്മൾ ആ പോളിനോമിയലെ പറയും ലീനിയർ എന്ന്, 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് എന്ന്, 3 ആണെങ്കിൽ ക്യൂബിക് പോളിനോമിയൽ എന്ന്. ഓക്കെ, ഇനി നമുക്ക് സീറോ ഓഫ് പോളിനോമിയൽ എന്താന്ന് പഠിക്കാം. ഞാനൊരു പോളിനോമിയൽ കൺസിഡർ ചെയ്തു. P of x എന്ന് പറഞ്ഞ ഒരു പോളിനോമിയൽ ആണ്. ഇവിടെ വേരിയബിൾ x ആണ്. സീറോ ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത് ഇവിടെ ഈ P of x-ന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് 0 ആയി പോകുന്നത് ആ വാല്യൂവിനെയാണ് നമ്മൾ സീറോ ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത്. അതായത് സീറോ ഓഫ് പോളിനോമിയൽ P of x is the value k such that P of k equal to 0. ഞാനൊരു എക്സാമ്പിൾ പറയാം. P of x എന്ന് പറയുന്നത് x square minus 3x minus 4 ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ P of minus 1 കണ്ടുപിടിക്കാം. P of minus 1 equal to minus 1 square minus 3 into minus 1 minus 4. 1 plus 3 minus 4 which is equal to 4 minus 4 which is equal to 0. So P of minus 1 എന്ന് പറയുന്നത് 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? minus 1 is the zero of the polynomial x square minus 3x minus 4. അതായത് ഇവിടെ ഏതൊക്കെ എക്സ് വാല്യൂസ് ഇട്ട് കൊടുത്താലാണ് 0 വരുന്നത് ആ വാല്യൂസിനെ എല്ലാം നമ്മൾ എന്ത് പറയും? 0 എന്ന് പറയും. സീറോ ഓഫ് ദിസ് പോളിനോമിയൽ എന്ന് പറയും. അപ്പോ ഇവിടെ 4 ഇട്ട് കൊടുക്കാം. x equal to
4 ഇട്ട് കൊടുക്കാം. അപ്പൊ പി ഓഫ് 4 എന്ത് വരും? 4 square minus 3 into 4 minus 4, which is 16 minus 12 minus 4, which is 16 minus 16 equal to 0. So നമുക്ക് എന്ത് പറയാൻ പറ്റും? 4ഉം 0 ഓഫ് ദി പോളിനോമിയൽ ആണ്. അപ്പൊ ഇവിടെ -1ഉം 4ഉം ഈ പോളിനോമിയലിന്റെ സീറോസ് ആണ്. പിന്നെ ജനറൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. ഇപ്പൊ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി n ആണെങ്കിൽ അതിന് മാക്സിമം എത്ര സീറോസ് ഉണ്ടാവും? n മാക്സിമം n സീറോസ് ഉണ്ടാകുള്ളൂ. ഒന്നില്ലെങ്കിൽ ഒരു സീറോസ് ഉണ്ടാവാണ്ടിരിക്കാം, അല്ലെങ്കിൽ 1 ആവാം, 2 ആവാം, അല്ലെങ്കിൽ മാക്സിമം n വരെ വരാം. എന്നോ അതിന് താഴെയോ സീറോസേ പി ഓഫ് എക്സിന് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത എക്സാമ്പിള് പി ഓഫ് എക്സിന്റെ ഡിഗ്രി 2 ആണ്. അവിടെ 2 സീറോസ് നമുക്ക് കിട്ടി. 2ൽ കൂടുതൽ സീറോസ് അവിടെ ഉണ്ടാവില്ല. അതൊരു ജനറൽ റിസൾട്ട് ആണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് കടക്കാം. നെക്സ്റ്റ് സെക്ഷന്റെ പേര് ജോമെട്രിക് മീനിങ് ഓഫ് സീറോസ് ഓഫ് പോളിനോമിയൽസ് എന്നാണ്. അപ്പൊ ഈ സെക്ഷനിൽ നിന്ന് MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ നമുക്ക് ഒരു പോളിനോമിയലിനെ ഗ്രാഫ് ആക്കി റെപ്രസെന്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എത്ര സീറോസ് ഒക്കെ ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും, എന്നിട്ട് ആ പോളിനോമിയലിൽ എത്ര സീറോസ് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് ചോദിക്കാറ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ലീനിയർ പോളിനോമിയലിനെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ നിന്ന് എത്ര സീറോസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഞാനൊരു പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 എന്നെടുത്തു. ഇതൊരു ലീനിയർ പോളിനോമിയൽ അല്ലേ? സോ ഇതിനെങ്ങനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം? ഫസ്റ്റ് തന്നെ നമ്മൾ 2x + 3നെ y ആയിട്ട് എടുത്തു. y = 2x + 3. എന്നിട്ട് നമ്മൾ എക്സിന് പല റാൻഡം വാല്യൂസ് കൊടുത്തിട്ട് y വാല്യൂ കണ്ടുപിടിക്കും. സോ ഇവിടെ x y. മുമ്പ് നിങ്ങൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ എക്സിന് ഞാൻ -2 കൊടുത്തു. അപ്പൊ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഞാൻ ഇനി എക്സിന് +2 കൊടുത്തു. സോ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഈ പോയിന്റ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും കൊടുക്കാം. ഇനി ഇത് എങ്ങനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും? One, two. ശരിക്കും ഇത് ഗ്രാഫ് പേപ്പറിലാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വാല്യൂസ് കിട്ടും. One. സോ ഇവിടെ എക്സിന് -2 കൊടുത്തപ്പോ വൈയുടെ വാല്യൂ -1 കിട്ടി. സോ -2 1 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ആദ്യം മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ x ആക്സിസ്, ഇത് നമ്മുടെ y ആക്സിസ്.
സോ -2 1 എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഇവിടെ വരും. ഇനി നെക്സ്റ്റ് പോയിന്റ് 2 7 ആണ്. ആ പോയിന്റ് ഇവിടെ വരും 2 7. ഇനി ഈ രണ്ട് പോയിന്റ് തമ്മിൽ ലൈൻ ജോയിൻ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഒരു ലൈൻ ആണ് നമുക്ക് കിട്ടുന്നത്. ലൈൻ കിട്ടാൻ കാരണം എന്താ? ഇതൊരു ലീനിയർ പോളിനോമിയൽ അല്ലേ. സോ ലീനിയർ പോളിനോമിയൽ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എക്സ് കോർഡിനേറ്റ് ആയിട്ട് ഈ ലൈൻ എത്ര പോയിന്റ്സിൽ മീറ്റ് ചെയ്യേണ്ടതെന്നാണ്. ഇവിടെ ആകെ ഒരു പോയിന്റിലേ മീറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഈ പി ഓഫ് എക്സിന് ആകെ ഒരു സീറോ ഉള്ളൂ. ആ സീറോ വരുന്നത് ഈ പോയിന്റ് ആയിരിക്കും. ഇത് ഈ പോയിന്റ് -1.50 ആണ്. ഗ്രാഫിക്കലി അല്ലാണ്ട് നമുക്ക് എങ്ങനെ ഈ പോളിനോമിയലിന്റെ സീറോ കണ്ടുപിടിക്കാൻ പറ്റും? സീറോ എന്ന് പറയുന്നത് ഈ എക്സിന് ഏത് വാല്യൂ കൊടുത്താലാണ് ഈ പോളിനോമിയൽ സീറോ ആയി പോകുന്നത് എന്നല്ലേ നോക്കണ്ടേ. സോ 2x + 3 = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിന്റെ എക്സ് വാല്യൂ കണ്ടുപിടിക്കാം. 2x = -3, x = -3/2. സോ എക്സിന് -3/2 കൊടുക്കുമ്പോഴാണ് ഈ പോളിനോമിയൽ സീറോ ആവുന്നത്. ഇവിടെ ഗ്രാഫിക്കലിയും ഏതാണ്ട് ആ പോയിന്റ് അല്ലേ കിട്ടിയേക്കണേ. അപ്പൊ ലീനിയർ പോളിനോമിയൽ എപ്പോഴും ഒരു സീറോയെ ഉണ്ടാവുള്ളൂ. ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഞാനൊരു പോളിനോമിയൽ എടുത്തു. പി ഓഫ് എക്സ് = x² - 3x - 4. ഇനി ഇതിനെ എങ്ങനെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യും? നമ്മൾ ആദ്യം y = x² - 3x - 4 എന്ന് എടുക്കും. എന്നിട്ട് എക്സിന് റാൻഡം ആയിട്ട് കുറച്ച് പോയിന്റ്സ് കൊടുക്കും, കറസ്പോണ്ടിങ് y വാല്യൂസ് എടുക്കും. എന്നിട്ട് അത് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് ലൈൻസ് ജോയിൻ ചെയ്യും. നമ്മള് ലീനിയർ പോളിനോമിയൽ പ്ലോട്ട് ചെയ്തപ്പോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയത്. ഇവിടെ അങ്ങനെയല്ല, ഡിഗ്രി മാറുമ്പോ ഒരു യു ഷേപ്പ് ആയിരിക്കും വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. സോ എക്സിന് ഞാൻ ഫസ്റ്റ് തന്നെ എക്സിന് -2 കൊടുത്തു. അപ്പോൾ കറസ്പോണ്ടിങ് y വാല്യൂ വരുന്നത് 6 ആയിരിക്കും. പിന്നെ എക്സിന് -1 കൊടുത്തു, കറസ്പോണ്ടിങ് y വാല്യൂ വരുന്നത് 0 ആയിരിക്കും. പിന്നെ എക്സിന് 0 കൊടുത്തു, അപ്പൊ കറസ്പോണ്ടിങ് y വാല്യൂ എന്നത് -4. പിന്നെ 1 കൊടുത്തപ്പോ -6. 2 കൊടുത്തപ്പോഴും -6. 3 കൊടുത്തപ്പോ -4. 4 കൊടുത്തപ്പോ 0 കിട്ടി. 5 കൊടുത്തപ്പോ 6 കിട്ടി. ഇങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചോദിക്കണമെന്നില്ല. നിങ്ങൾക്ക് മിക്കവാറും ഗ്രാഫ് തന്നിട്ട് അതിൽ എത്ര സീറോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ മാത്രമേ ചോദിക്കുള്ളൂ. സോ ഇത് പ്ലോട്ട് ചെയ്യാൻ
ഇത് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് നമ്മുടെ വൈ ആക്സിസ്. ആദ്യം -2, 6 എന്ന് പറഞ്ഞ പോയിന്റ് പ്ലോട്ട് ചെയ്യാം. -2, 6 ഇതായിരിക്കും ആ പോയിന്റ് വരുന്നത്. ഇനി -1, 0, -1, 0 എന്ന് പറയുന്നത് ഇതാണ് ആ പോയിന്റ്. ഈ 0, -4 അത് ഈ പോയിന്റ് ആണ്. ഈ 1, -6, 1, -6 അത് ഈ പോയിന്റ് ആണ്. ഇനി 2, -6 അത് ഇതായിട്ട് വരും. 3, -4, 3, -4 ഇവിടെ വരും ആ പോയിന്റ്. 4, 0 അത് ഈ പോയിന്റ് ആണ്. 5, 6, 5, 6. അപ്പോ ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല കിട്ടാൻ പോണേ, ഒരു കർവ് ആണ്. ഒരു യു ഷേപ്പ് കർവ്. അപ്പോൾ ജനറലി P of x equal to ax square plus bx plus c എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു യു ഷേപ്പ് കർവ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ അത് അപ്വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിരിക്കും. ഇങ്ങനെ ഈ അപ്വേർഡ് വന്നത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. a greater than 0 വന്ന കേസിലാണ് ഇങ്ങനെ അപ്വേർഡ് യു ഷേപ്പ് കർവ് വരുന്നത്. ഈ ഡൗൺവേർഡ് ഷേപ്പ് വരുന്നത് a less than 0 വന്ന കേസിലാണ്. ഇവിടെ ഈ പോളിനോമിയൽ ax square plus bx plus c ഇതായിരിക്കും ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലെ. ഇതായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 greater than 0 ആണ്. അതുകൊണ്ടാണ് യു ഷേപ്പ് വന്നേക്കുന്നത്. ഇനി എയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇവിടെ വല്ല -2x² എന്നൊക്കെ ആണെങ്കിൽ ഈ ഷേപ്പിലായിരിക്കും കർവ് വരാൻ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് വെറുതെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി അത്. ഇനി ഇവിടെ എത്ര സീറോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതായത് തന്നിരിക്കുന്ന കർവ് എക്സ് ആക്സിസിൽ എത്ര പോയിന്റ്സിൽ മീറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയണത്. ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, 2 പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഈ കർവിന് 2 സീറോസ് ഉണ്ട്. പി ഓഫ് എക്സിന് 2 സീറോസ് ഉണ്ട്. ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലാണ്ട് എങ്ങനെ സീറോസ് കണ്ടുപിടിക്കണേന്ന് ഞാൻ നെക്സ്റ്റ് സെക്ഷനിൽ പഠിപ്പിച്ചു തരാം. ഇനി ക്യൂബിക് പോളിനോമിയലില് എങ്ങനെ ആയിരിക്കും നോക്കാം. അതിനു മുന്നേ തന്നെ ക്വാഡ്രാറ്റിക് പോളിനോമിയല് പല കേസസ് വരാം. ഒന്നില്ലെങ്കിൽ
ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പല കേസസ് വരാം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാക്സിമം 2 zeros വരാൻ പാടുള്ളൂ. അതായത് ഡിഗ്രി 2 ആണ്, സോ മാക്സിമം 2 zeros വരുള്ളൂ. അതിൽ തന്നെ പല കേസസ് വരാം. ഒന്നില്ലെങ്കിൽ ആ 2 zeros ഡിസ്റ്റിങ്ക്റ്റ് ആവാം, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഒരു സീറോസും ഉണ്ടാവാതിരിക്കാം. അപ്പോ ഡിസ്റ്റിങ്ക്റ്റ് ആയി സോ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പ്ലോട്ട് ചെയ്യുമ്പോൾ പല കേസസ് വരാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് കിട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രാഫ് കിട്ടാം. അപ്പോ ഈ കേസില് സീറോസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്, 2 zeros ഉണ്ട്. ഇവിടെ എക്സ് ആക്സിസിൽ രണ്ട് സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ട് കർവ്, ഇവിടെയും രണ്ട് സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് സീറോസ് ഡിസ്റ്റിങ്ക്റ്റ് ആവുന്ന കേസാണ്. ഇനി കേസ് 2 വരുന്നത് കേസ് 2 വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ആകെ ഒരു പോയിന്റിലെ കർവ് മീറ്റ് ചെയ്യണുള്ളൂ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഈക്വൽ സീറോസ് ആണ്. ഇനി കേസ് 3 വരുന്നത് ഇങ്ങനെയാണ്. അതായത് എന്താ പറയാ, ഇവിടെ എക്സ് ആക്സിസിൽ ഈ കർവ് മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോ ആ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ പോളിനോമിയലിന് 0 ഇല്ല എന്നാണ്. സോ ഇൻ ജനറൽ ഒരു പോളിനോമിയലിനെ ജോമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ കർവ് അല്ലെങ്കിൽ ലൈന് എത്ര പോയിന്റ്സ് എക്സ് ആക്സിസിൽ എത്ര പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അത്രയും പോയിന്റ്സ് 0 ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ക്യൂബിക് പോളിനോമിയൽ ആണെങ്കിലും ഗ്രാഫ് ഒരു കർവ് പോലെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ക്യൂബിക് പോളിനോമിയലിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ യു ഷേപ്പ് കർവ് ആയിരിക്കും, അതായത് പാരാബോള ആയിരിക്കും. ഇവിടെ ഒരു ക്യൂബിക് ആണെങ്കിൽ ഒരു കർവ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതിലും മാക്സിമം എത്ര പോയിന്റ്സിലായിരിക്കും മീറ്റ് ചെയ്യാൻ പോണേ, 3 പോയിന്റ്സിലായിരിക്കും മീറ്റ് ചെയ്യാൻ പോണേ. ഒന്നില്ലെങ്കിൽ 3 zeros ഉണ്ടാവും, 2 zeros ഉണ്ടാവും, 1 zero ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 0 ഉണ്ടാവില്ല. ഈ ഇത്രയും കേസസ് ആണ് ക്യൂബിക് പോളിനോമിയലിൽ വരുന്നത്. ഞാൻ ക്യൂബിക് പോളിനോമിയലിന്റെ ഞാൻ പ്ലോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം പ്ലോട്ട് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും.
y equal to the polynomial p of x equal to x cube minus 4x. So graphically നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം? ആദ്യം നമ്മൾ y equal to x cube minus 4x ആയിട്ട് എടുക്കും. എന്നിട്ട് എക്സിന് റാൻഡം ആയിട്ട് കുറച്ച് വാല്യൂസ് കൊടുക്കും, കറസ്പോണ്ടിങ് y വാല്യൂസ് കണ്ടുപിടിക്കും, എന്നിട്ട് നമ്മൾ ആ പോയിന്റ്സ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. സോ ആദ്യം എക്സിന് -2 കൊടുത്തു, സോ y വാല്യൂ വരുന്നത് 0, -1 കൊടുത്തു, y വാല്യൂ വരുന്നത് 3, 0 കൊടുത്തു, y വാല്യൂ 0 കിട്ടും, 1 കൊടുക്കുമ്പോൾ -3 കിട്ടും, 2 കൊടുക്കുമ്പോൾ 0 കിട്ടും. ഇനി നമുക്ക് ഇതിനെങ്ങനെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാം? ആദ്യത്തെ പോയിന്റ് -2 0, -2 0 അത് ഇവിടെ വരും. ഇനി സെക്കൻഡ് പോയിന്റ് -1 3, -1 3 അത് ഇവിടെ വരും. ഇനി 0 0 അത് ഇവിടെ വരും. 1 -3 1 -3 അത് ഇവിടെ വരും. 2 0 ഇത് ഇവിടെ വരും. സോ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമുക്കൊരു കർവ് ആയിരിക്കും കിട്ടണേ. ഇനി ഇവിടെ എത്ര സീറോസ് ഉണ്ട്? നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? എക്സ് കോർഡിനേറ്റില് ഈ കർവ് എത്ര പോയിന്റ്സിൽ മീറ്റ് ചെയ്യണ്ടെന്ന് നോക്കാം. ഇവിടെ എക്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, 0 0 മീറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ 2 0 മീറ്റ് ചെയ്യുന്നുണ്ട്, -2 0 0 0 2 0 ഈ 3 പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ പോളിനോമിയൽ എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട്. ഇനി നമുക്ക് എക്സസൈസ് പ്രോബ്ലം ചെയ്യാം. നമുക്കിനി എക്സസൈസ് 2.1 ചെയ്യാം. അതിൽ കുറച്ച് ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൽ നിന്ന് എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഏതെങ്കിലും ഒരു പോളിനോമിയലിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൽ എത്ര സീറോസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. സീറോസ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ആക്സിസില് ഗ്രാഫില് ലൈനോ കർവോ എത്ര പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അത്രയും നമ്പർ സീറോസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഫസ്റ്റിൽ നോക്കാം. ഇവിടെ എക്സ് ആക്സിസിൽ ഏതെങ്കിലും പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇവിടെ മീറ്റ് ചെയ്യുന്നില്ല, അപ്പൊ നോ സീറോസ് അല്ലെ. ഇനി സെക്കൻഡില് ഇവിടെ ഈ കർവ് എക്സ് ആക്സിസിൽ എത്ര പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്? ആകെ ഇവിടെ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. സോ നമ്പർ ഓഫ് സീറോസ് ഈക്വൽ ടു 1. ഇനി നെക്സ്റ്റ് കർവ് എടുക്കാം. ഇവിടെ എത്ര പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് സീറോസ് ഈക്വൽ ടു 3. ഇനി ഇവിടെ നോക്കാം. എക്സ് ആക്സിസിൽ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് സീറോസ്
equal to 2. ഇനി ഇവിടെ നോക്കാം. ഇവിടെ എക്സ് ആക്സിസിൽ എത്ര പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്? ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് zeros equal to 4. സോ ഈ സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലോട്ട് കിടക്കുകയാണ്. ലാസ്റ്റ് സെക്ഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് പോളിനോമിയൽസ്. അപ്പോൾ നമ്മളുടെ പോളിനോമിയൽസും അതിന്റെ സീറോസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോണേ. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഡിഗ്രിയുടെ നോക്കാം, അതായത് ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയലിന്റെ ഫോം എപ്പോഴും AX പ്ലസ് B ആയിരിക്കും അല്ലേ? സോ ഇതിന്റെ സീറോ എന്ന് പറയുന്നത് AX പ്ലസ് B ഈക്വൽ ടു 0 ആയി വരുന്ന എക്സ് വാല്യൂ ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. സോ ലീനിയർ പോളിനോമിയലിന്റെ സീറോസ് എല്ലാം മൈനസ് ബി ബൈ എ എന്ന ഫോമിലായിരിക്കും. ഇനി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അതായത് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസും അതിന്റെ കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ആണ് കൂടുതലും എക്സാമിൽ ചോദിക്കണേ. തേർഡ് ഡിഗ്രി പോളിനോമിയലിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടതില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. സോ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ പി ഓഫ് എക്സ് കൺസിഡർ ചെയ്യാം. AX² പ്ലസ് BX പ്ലസ് C. ഇതായിരിക്കും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം. ഞാൻ ആൽഫ ബീറ്റ സീറോസ് ആയിട്ട് എടുത്തു. പി ഓഫ് എക്സിന്റെ സീറോസ് ആയിട്ട് ആൽഫ ബീറ്റ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എക്സ് മൈനസ് ആൽഫയും എക്സ് മൈനസ് ബീറ്റയും എന്തായിരിക്കും? ഈ പി ഓഫ് എക്സിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അതായത് എക്സ് മൈനസ് ആൽഫയും എക്സ് മൈനസ് ബീറ്റയും കൊണ്ട് നമുക്ക് ഈ പി ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് AX² പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു K ഇൻറ്റു എക്സ് മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ എന്ന് എഴുതാൻ പറ്റും. വേർ K is some constant. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാം. K ഇൻറ്റു X² മൈനസ് എക്സ് ബീറ്റ മൈനസ് ആൽഫ എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. K ഇൻറ്റു X² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇനി K പുറത്തോട്ട് എടുക്കുമ്പോൾ K X² മൈനസ് K ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് K ആൽഫ ബീറ്റ. പി ഓഫ് എക്സിന് നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പൊ LHS ഉം RHS ഉം കമ്പയർ ചെയ്യാം. ഇനി LHSനെയും RHSനെയും
കമ്പയർ ചെയ്യാം. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എടുക്കാം. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എ, ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കെ. സോ വി ക്യാൻ റൈറ്റ് ആസ് എ ഈക്വൽ ടു കെ. ഇനി കമ്പയർ ദി കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബി ആണ്. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്താണ്? മൈനസ് കെ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്നാണ് അല്ലേ? ഇവിടെ ഫസ്റ്റിൽ തന്നെ എ ഈക്വൽ ടു കെ എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ കെനെ നമുക്ക് എ വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ബി ഈക്വൽ ടു മൈനസ് എ ബൈ ആൽഫ പ്ലസ് ബീറ്റ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആൽഫയും ബീറ്റയും എന്താണ്? നമ്മുടെ ഈ പോളിനോമിയലിന്റെ സീറോസ് ആണ്. സോ ഞാൻ ഈ എനെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നു. മൈനസ് ബി ബൈ എ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ. ഇനി ആൽഫയും ബീറ്റയും നമ്മുടെ സീറോസ് ഓഫ് പോളിനോമിയൽസ് അല്ലേ? ഇതെന്താ? സം ഓഫ് സീറോ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് സം ഓഫ് സീറോസ്. സോ റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടി സം ഓഫ് സീറോസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ഈ ഈ ബി എന്ന് പറയുന്നത് എന്താ? കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എ എന്താ? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ അല്ലേ? സോ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. ഇനി ഇവിടെ കോൺസ്റ്റന്റ് ടേം കണ്ടുപിടിക്കാം. സി ഈക്വൽ ടു കെ ആൽഫ ബീറ്റ അല്ലെ? ഈ കെ എന്ന് പറയുന്നത് എന്താ? എ ആണ്. ഇസ് ഈക്വൽ ടു എ ആൽഫ ബീറ്റ. ഇനി ഈ എന് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പൊ സി ബൈ എ ഈക്വൽ ടു ആൽഫ ബീറ്റ അല്ലെ? ഈ ആൽഫ ബീറ്റ എന്താ? പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു സി ബൈ എ. ഈ സി എന്താണ്? കോൺസ്റ്റന്റ് ടേം ആണ് അല്ലെ? സോ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ പഠിക്കേണ്ട റിലേഷൻഷിപ്പ് സം ഓഫ് റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണ്. സം ഓഫ് റൂട്ട് എന്താണ്? മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. പ്രോഡക്റ്റ് ഓഫ് റൂട്ട് എന്താ? കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻ നമ്മ പഠിച്ചിരിക്കണം.